സ്നേഹവന്ദനങ്ങൾ പ്രിയോട് പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുക. കഴിഞ്ഞ ദിവസത്തെ പാഠഭേദത്തിൽ പ്രത്യേകിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു എന്ന ടൈറ്റിലോടുകൂടെ ചെയ്ത പാഠഭേദത്തിൽ പത്തനംതിട്ട ജില്ലയിലുണ്ടായ എലോഹിം ആ ഒരു മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭവങ്ങളും അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ചെറിയ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ പാഠഭേദം ഞാൻ സംസാരിക്കുമ്പോൾ എലോഹിം സെൻറ്ററിൻ്റെ പേര് പറയുകയോ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൻ്റെ പേര് പറയുകയോ ഒന്നും ചെയ്യാതാണ് ആ വീഡിയോ ഞാൻ ചെയ്തത്. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ അത് കണ്ടപ്പോൾ കുറച്ചുകൂടെ വ്യക്തതയോടുകൂടെ ഈ വിഷയത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായി. അതുകൊണ്ട് ഇന്നത്തെ പാഠഭേദത്തിൽ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൻ്റെ ആ ഒരു വർഷിപ്പ് സെൻറ്ററിനോട് ബന്ധത്തിൽ ഈ ഞായറാഴ്ച നടന്ന സംഭവങ്ങൾ, അതായത് ആരാധന തടസ്സപ്പെടുന്ന രീതിയിലുള്ള ചില പ്രതിഷേധങ്ങൾ, സമരങ്ങൾ ഒക്കെ അത് മനസ്സിനെ വളരെയധികം ഉലച്ചതുകൊണ്ട് പേരുകളൊക്കെ പറഞ്ഞു തന്നെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു പാഠഭേദമാണിത്. കേരളത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ക്രൈസ്തവ ആരാധനയോട് എതിരുകളുണ്ടാകുന്ന, അല്ലെങ്കിൽ എതിരുകൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കത്തക്ക തരത്തിലുള്ള സംഭവമാണ് കഴിഞ്ഞ ഞായറാഴ്ച പത്തനംതിട്ട ഓമല്ലൂരിൽ നിന്ന് നമ്മളൊക്കെ കണ്ടത്. നമുക്കറിയാം, ഈ കാലം ലോകം മുഴുവൻ പ്രോസിക്യൂഷൻ വർദ്ധിച്ചു വരുന്ന കാലമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാ ലോകരാജ്യങ്ങളിലും സത്യവിശ്വാസത്തിനെതിരെ, ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ വളരെ ശക്തമായ പെർസിക്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നൈജീരിയയിലെയൊക്കെ കുരുതികൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഉത്തരഭാരതത്തിൽ നൂറുകണക്കിന് കേസുകളാണ് കഴിഞ്ഞ ഒറ്റ വർഷം നടന്നത്. അപ്പോൾ പെർസിക്യൂഷൻ്റെ അളവ് കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളം തുലവും സ്വസ്ഥവുമാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പേരുകളോ ഒന്നും പറയാതിരുന്നതിൻ്റെ കാരണം, അന്ന് നമ്മൾ കേട്ട കേസ് ഈ പാസ്റ്റർ ബിനു വാഴമുട്ടവും അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയും നടത്തുന്ന ഒരു വൃദ്ധസദനവുമായിട്ടുള്ള ബന്ധത്തിലുള്ളതായിരുന്നു. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അതായത് ഈ വൃദ്ധസദനമാകട്ടെ, അനാഥശാലകളാകട്ടെ, ഇത്തരം ആതുര സേവനങ്ങൾ നടത്തുന്നത് വലിയ റിസ്കിയാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ കാരണം, നാളെ ഒരിക്കൽ നമ്മൾ സഹായിച്ചവർ തന്നെ നമുക്കെതിരെ സംസാരിക്കുകയും കേസുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ കഴിഞ്ഞ കുറേ നാളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. കൊച്ചുകുട്ടികളെ എടുത്ത് പഠിപ്പിക്കുവാനൊക്കെ വലിയ ആശയോടുകൂടി ആരംഭിച്ച ഒരു ഹോസ്റ്റൽ അല്ലെങ്കിൽ ഒരു ഹോമിൽ ആ കുട്ടികളെ കൊണ്ട് തന്നെ അതിൻ്റെ നടത്തിപ്പുകാരനാകുന്ന പാസ്റ്റർക്കെതിരെ പരാതി കൊടുത്ത് അദ്ദേഹം ഇന്ന് ജയിലിലാണ്. മുംബൈയിലെ കഥയാണ്. അപ്പോൾ ഇത് നമ്മുടെ ചുറ്റും നടക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ചും ദേവദാസന്മാർ, മിനിസ്ട്രികൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് വളരെ റിസ്കിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആതുര സേവനം ചെയ്യരുത് എന്നുള്ളതല്ല, അർഹരായവരെ സഹായിക്കണം. പക്ഷേ ഇതിൻ്റെ റിസ്ക് ഫാക്ടർ മനസ്സിലാക്കി നമ്മൾ സുരക്ഷിതരായിരിക്കണം. പ്രത്യേകിച്ചും ശുശ്രൂഷയിൽ നിൽക്കുന്നവരെ ട്രാപ്പ് ചെയ്യാൻ ഇത്തരം സ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്നത് ഇന്ന് പതിവായിരിക്കുന്നു എന്ന എൻ്റെ അഭിപ്രായം പറഞ്ഞു. കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോഴുള്ള സംഭവങ്ങളെക്കാൾ അപ്പുറമായിട്ട് എലോഹിം വർഷിപ്പ് സെൻറ്ററിൻ്റെ ആരാധന മുടക്കുന്ന പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ഞായറാഴ്ച രാവിലെ ഞങ്ങളുടെ ചർച്ചിൻ്റെ സഭായോഗം നടക്കുമ്പോൾ തന്നെ എനിക്ക് ആ വാർത്തയെത്തി. പത്തനംതിട്ട അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഹൃദയത്തിൽ വലിയ വേദന തോന്നും. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ആക്രമിക്കപ്പെടുന്ന സഭ അല്ലെങ്കിൽ സംഘടന അതുമായിട്ട് പല വിധത്തിലുള്ള ഉപദേശപരമാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ ക്രൈസ്തവമാകുന്ന ഏത് ഒരു സംവിധാനത്തെ ഈ പറഞ്ഞതുപോലെ ന്യായമില്ലാതെ ആക്രമിക്കുകയും
അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം തടയുകയും ചെയ്യുന്നത് കാണുമ്പോൾ അത് ഞങ്ങളിൽ ഒരുവനല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ വാക്കുകൾ കൊണ്ടെങ്കിലും കുറഞ്ഞപക്ഷം നാം അവരോടുള്ള നമ്മുടെ ഒരു സോളിഡാരിറ്റി, ഐക്യദാർഢ്യം പങ്കുവെക്കണം എന്നുള്ളത് എൻ്റെ വലിയ ഒരു നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഒത്തിരി പ്രോസിക്യൂഷൻ വാർത്തകൾ ചുറ്റും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കൂടുതലും ഉത്തരഭാരതത്തിൽ നിന്നാണെന്ന് മാത്രം. അങ്ങനെയുള്ള വാർത്തകൾ പതിവായിരിക്കുന്നു. എല്ലാ ദിവസവും പുതുതായിട്ട് 1-2 എണ്ണം നമ്മുടെ മുമ്പിൽ എത്തുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു മാസത്തിനകം ഞാൻ കണ്ട 3 വാർത്തകളിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച, ചിന്തിപ്പിച്ച, വേദനിപ്പിച്ച 3 വാർത്തകൾ. അതിനകത്ത് ഒരു വാർത്തയാണ് ഈ എലോഹിം സെന്ററിലെ ആരാധന തടഞ്ഞത്. മറ്റ് 2 വാർത്തകൾ അതിനെക്കുറിച്ചും പരാമർശിക്കേണ്ടിയിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ തന്നെയുള്ള ഡോക്ടർ ആചാര്യ വികാസ് മസി എന്ന് പറയുന്ന വളരെ പ്രശസ്തനാകുന്ന ഒരു ദൈവദാസന്റെ വർഷിപ്പ് സെന്ററിൽ കഴിഞ്ഞ മെയ് മാസം 27-ാം തീയതി പ്രശ്നങ്ങളുണ്ടായി. ഇതുപോലെ തന്നെ ഒരു വലിയ ആൾക്കൂട്ടമൊക്കെ വരുന്ന ഒരു വലിയ പ്രാർത്ഥനാ കൂട്ടായ്മയാണ് ഡോക്ടർ ആചാര്യ വികാസ് മസീന്റെ ആ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ. ഡോക്ടർ ആചാര്യ വികാസ് മസീനെ ഒരുപക്ഷെ നമ്മളൊക്കെ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. താടിയും മുടിയുമൊക്കെ വളർത്തി ഒരു സന്യാസ വേഷത്തിലൊക്കെ അല്ലെങ്കിൽ ഒരു സന്യാസിയെ പോലെയൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആചാര്യ വികാസ് മസി. ആചാര്യ എന്ന പേര് സാധാരണ ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ സ്വാമിമാർ, ആചാര്യന്മാർ ഉപയോഗിക്കുന്ന പേരാണ്. ഇദ്ദേഹം ആ രീതിയിലൊരു പേരൊക്കെ സ്വീകരിച്ച് അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ പോപ്പുലർ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യയിൽ നവദർശനങ്ങളുണ്ട്. അതായത് മതവിശ്വാസത്തെക്കുറിച്ചുള്ള 9 തരത്തിലുള്ള ദർശനങ്ങൾ, നവദർശനങ്ങൾ, ഭാരതീയമാകുന്ന നവദർശനങ്ങളുണ്ട്. ആ നവദർശനങ്ങളിൽ ഒന്നുപോലെയാണ് ക്രിസ്തീയ ദർശനവും. അതുകൊണ്ട് ഭാരതീയർ ക്രിസ്തീയ ദർശനത്തെ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം എന്ന വിധത്തിൽ ഭാരതീയമാകുന്ന വിശ്വാസങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ക്രിസ്തീയ ദർശനങ്ങളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ലൊരു ഫോളോയിങ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഇൻഫർമേഷൻ ടെക്നോളജി, IT ഫീൽഡിൽ വളരെ ഉന്നതമാകുന്ന രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ജോലിയൊക്കെ വിട്ടിപ്പോൾ ഇങ്ങനെ ഒരു ക്രിസ്തു ശിഷ്യനായി വേല ചെയ്യുന്നത്. ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ച ആളാണ്. വികാസ് മസീഹ് എന്നാണ്. മസീഹ് എന്ന സർനെയിം ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. പക്ഷെ അദ്ദേഹം ഒരു ഇന്ത്യൻ മെത്തേഡ് ഉപയോഗിച്ച് ഒരു സന്യാസിയെ പോലെ, ആചാര്യനെ പോലെയൊക്കെ രൂപത്തിലും പേരിലും ഒക്കെ അറിയപ്പെടാൻ തുടങ്ങിയപ്പോൾ വലിയ അക്സെപ്റ്റൻസ് കിട്ടി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാക്കൂട്ടം വളരെ വളർന്നു. കഴിഞ്ഞ ദിവസം മെയ് മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ആ കൂട്ടായ്മ മുടക്കുവാൻ വേണ്ടി പോലീസും മറ്റുമൊക്കെ എത്തി. എന്താണെങ്കിലും ഞാൻ ആ വീഡിയോ കണ്ടു. അദ്ദേഹത്തിൻ്റെ ജനം വളരെ ശക്തമായി അതിനെ പ്രതിരോധിച്ചു എന്ന് മാത്രമല്ല, അവിടെ കാണുന്നത് പോലീസും നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്. കാരണം അവർക്കറിയാം അവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റി ഒന്നും നടക്കുന്നില്ല. ആ പോലീസ് ടീമിൽ വന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ ഈ വികാസ് പാസ്റ്ററോട് പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ക്രിസ്തീയ സ്കൂളുകളിലാണ് പഠിച്ചത്, ഞങ്ങൾക്ക് വലിയ ബഹുമാനമാണ് ക്രിസ്തീയ വിശ്വാസത്തെ. പക്ഷേ എവിടെ നിന്നൊക്കെയോ ഉള്ള പ്രഷർ കൊണ്ടാണ് ഇവരൊക്കെ ഈ പ്രാർത്ഥനാ മീറ്റിങ്ങുകളെയൊക്കെ തടയാൻ എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അവിടെ രസകരമായൊരു കാഴ്ച കിട്ടും. ഈ വികാസ് മസീഹിന്റെ ആളുകൾ ഒന്നിച്ച് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവർ ജയ് വിളിക്കുകയാണ്, സിന്ദാബാദ് വിളിക്കുകയാണ്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് സിന്ദാബാദ് വിളിക്കുന്നത്? അതിന് കാരണം വികാസ് മസീഹ് തന്നെ അപ്പോൾ തന്നെ പത്രപ്രവർത്തകരോട് പറയുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യം സബ്കെ സാത്ത് സബ്കെ വികാസ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ സബ് എല്ലാവരും എന്ന് പറയുന്നതിൽ ഞങ്ങളുമുണ്ട്, ഞങ്ങളോടൊപ്പമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് ആ ജനക്കൂട്ടം മോദിക്ക് മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഈ എതിർക്കാൻ വന്നവർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്ന് പകച്ചു നിൽക്കുന്നു. പോലീസും നിസ്സഹായരായി നിൽക്കുന്നു. മോദിക്ക് മാത്രമല്ല, ജയ് ഭീം വിളികളുമുണ്ട്.
ജയ് ഭീം എന്ന് പറയുമ്പോൾ BR അംബേദ്കർ, ബാബാ സാഹിബ് അംബേദ്കർ, ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി. അതായത് ഈ ഒരു ദളിത് ആംഗിളിൽ നിന്നുകൊണ്ട് ബാബാ സാഹിബ് അംബേദ്കറുടെ ഭരണഘടനയ്ക്കെതിരെയുള്ള ഒരു നീക്കമായി, ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള നീക്കമായിട്ടാണ് ഉത്തരഭാരതത്തിലെ ജനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളെ കാണുന്നത്. ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ അടുത്ത സമയങ്ങളിൽ ഉത്തരഭാരതത്തിൽ സഭകൾക്കെതിരെ പ്രതിഷേധമുണ്ടാകുമ്പോൾ തിരിച്ചും മുദ്രാവാക്യം വിളിക്കുന്നവർ ജയ് ഭീം വിളിക്കുന്നു. പോരാത്തതിന് തോളിൽ നീല കളറുള്ള ഷാളിട്ട ആളുകൾ ധാരാളം ആ പ്രതിഷേധിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണുന്നു. ഒരു വലിയ ധ്രുവീകരണം അവിധത്തിൽ സംഭവിക്കുകയാണ്. അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത് എന്നെ ദുഃഖിപ്പിച്ച മറ്റൊരു വാർത്ത ഈ കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായ സംഭവമാണ്. ഞായറാഴ്ചയാണ് പത്തനംതിട്ട വിനുവാഴമുട്ടം പാസ്റ്റർ ചർച്ചിൽ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായതെങ്കിൽ ശനിയാഴ്ച വൈകിട്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലെ പെന്തിക്കോസ്റ്റൽ ക്രൈസ്തവർ, പെന്തക്കോസ്റ്റൽ എന്ന് പറയാനൊക്കെ എല്ലാ ക്രിസ്ത്യാനികളും കൂടെ ഒന്നിച്ചുള്ള ഒരു വലിയ ഗ്രൂപ്പുണ്ട്. 10,000 പേരിലധികമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ പ്രോസിക്യൂഷൻ ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട ആക്ഷൻസിനെ കുറിച്ചൊക്കെ ആ ഗ്രൂപ്പിൽ പലപ്പോഴും വാർത്തകൾ വരാറുണ്ട്, പ്രയർ റിക്വസ്റ്റുകൾ വരാറുണ്ട്. ഒരു ക്രൈസ്തവ സമാജത്തിൻ്റെ ഗ്രൂപ്പാണ് ക്രിസ്തു സമാജം. ആ ഗ്രൂപ്പിൻ്റെ അകത്തൊരു വാർത്ത വരുന്നു. അതായത് മൊബൈൽ തന്നെ അന്തേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഹോളി സ്പിരിറ്റ് ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഒരു ഓഡിറ്റോറിയമുണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഒരു ആരാധന ചില വർഗീയ ശക്തികൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. ആരാധന നടത്തുവാൻ സമ്മതിക്കുന്നില്ല. വലിയ പോലീസും ആൾക്കൂട്ടവുമൊക്കെ അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. ആൾക്കൂട്ടം എന്ന് പറയുമ്പോൾ ഈ തടസ്സപ്പെടുത്താൻ വന്നവർ 10-15 പേരേ ഉള്ളൂ. പക്ഷെ കാണാൻ വന്നവരും പിന്നെ ഈ വാർത്ത കേട്ടിട്ട് ഒത്തിരി ക്രിസ്തീയ വിശ്വാസികൾ മുംബൈ പട്ടണത്തിലുള്ളവർ അവിടെ കൂടിക്കൂടി. രണ്ടു കൂട്ടരും മുദ്രാവാക്യം വിളിച്ചു. ഒരു ഭാഗത്ത് നിന്ന് ഹല്ലേലൂയയും ഒക്കെ വിളി വീഴുമ്പോൾ മറുഭാഗത്ത് നിന്ന് എതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ. പക്ഷെ പോലീസ് നന്നായിട്ട് കൈകാര്യം ചെയ്തു. ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകാതെ പോലീസ് ആ സിറ്റുവേഷനെ കൈകാര്യം ചെയ്തു. എന്തായാലും പാസ്റ്റേഴ്സിനൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു. രാത്രി 1 മണി വരെയും മുംബൈയിലെ പല പാസ്റ്റർമാരും, പ്രത്യേകിച്ച് ഈ ക്രിസ്തു സമാജത്തിൻ്റെ നേതാക്കന്മാരായ പാസ്റ്റർമാരൊക്കെ ആ പോലീസ് സ്റ്റേഷനിൽ ഓടിയെത്തി. അവരൊക്കെ ആ രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു. അപ്പോൾ മനസ്സിലാക്കണം, ഈ ഹോളി സ്പിരിറ്റ് ഹോസ്പിറ്റൽ മുംബൈയിലെ ഒരു പഴയ ഹോസ്പിറ്റലാണ്. പേര് കേട്ടാൽ തന്നെ അറിയാം, ഒരു കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ അവരുടെ ഒരു ഓഡിറ്റോറിയം, ഈ ഹോസ്പിറ്റലുമായിട്ട് അതിൻ്റെ ഒരു ബന്ധവുമില്ല. ആ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള ഒരു ഓഡിറ്റോറിയം എല്ലാ തരത്തിലുള്ള പ്രോഗ്രാമുകൾക്കും വാടകയ്ക്ക് കൊടുക്കുന്ന ഓഡിറ്റോറിയമാണ്. കല്യാണ പാർട്ടിക്കും പിന്നെ എന്ത് ഫംഗ്ഷനും വാടകയ്ക്ക് കൊടുക്കുന്ന ഓഡിറ്റോറിയമാണ്. അവിടെ സൂരജ് പർമാനി എന്ന് പറയുന്ന ഒരു സിന്ധി പാസ്റ്റർ, മുംബൈയിലെ തന്നെ ഒത്തിരി ശക്തന്മാരായ സിന്ധി പാസ്റ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് വലിയ ആൾക്കൂട്ടത്തെ അട്രാക്ട് ചെയ്യുന്ന ഒരു പാസ്റ്ററാണ് സൂരജ് പർമാനി എന്ന് പറയുന്ന പാസ്റ്റർ. ഈ സൂരജ് പർമാനി പാസ്റ്ററുടെ ഒരു മീറ്റിംഗ് ആണ് അന്തരിയിൽ അവിടെ ശനിയാഴ്ച വൈകിട്ട് നടന്നത്. ഇദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാണ്. ഒത്തിരി ആളുകൾ വരുന്ന മീറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് അറിയാമല്ലോ, സിന്ധി കമ്മ്യൂണിറ്റി ഒത്തിരി ആളുകൾ വിശ്വാസത്തിൽ നിന്നുണ്ട്. എന്താണെങ്കിലും അവിടെ പ്രശ്നങ്ങളായി തീർന്നു. ആ ഓഡിറ്റോറിയത്തിൽ തന്നെ മലയാളം ചർച്ച് ഉൾപ്പെടെ, മലയാളം പെന്തിക്കോസ്റ്റൽ ചർച്ച് ഉൾപ്പെടെ 3-4 ആരാധനകൾ നടക്കുന്ന ഒരു ഓഡിറ്റോറിയമാണ്. ശനിയാഴ്ച വൈകിട്ട് അങ്ങനെ സംഭവം ഉണ്ടായതുകൊണ്ട് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഞായറാഴ്ച ഇനി മറ്റ് ആരാധനകൾ എങ്ങനെ അവിടെ നടക്കും? ഇനി ഹോസ്പിറ്റൽ അധികൃതർ അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിൻ്റെ അതോറിറ്റീസ് ആ ഓഡിറ്റോറിയം ഇനി ക്രിസ്തീയ പ്രോഗ്രാമിന് കൊടുക്കുമോ? കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് അത് നല്ലതല്ലല്ലോ, അവരുടെ സ്ഥാപനത്തിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഒത്തിരി ആകുലതകളോടുകൂടെ, വിഷമത്തോടുകൂടെ, സത്യം പറയാമല്ലോ, ഇത്തരം വാർത്തകൾ എന്നെ ഒത്തിരി വിഷമിപ്പിക്കാറുണ്ട്. എൻ്റെ ഹൃദയം തകരാറുണ്ട്. കാരണം നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകൾ, നമ്മുടെ പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞല്ലോ, അത് ഏത് സഭയോ ഏത് ഡിനോമിനേഷനോ എൻ്റെ ഡോക്ടറിനോ എന്ന് നോക്കിയൊന്നുമല്ല. ഈ സൂരജ് പർവാനിയുടെ ഡോക്ടറിൻ ഒരുപക്ഷെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ലായിരിക്കാം. പക്ഷെ അതിൻ്റെ അർത്ഥം അദ്ദേഹം യേശുവിൻ്റെ പേരിൽ അദ്ദേഹം ആക്രമിക്കപ്പെടുമ്പോൾ എനിക്ക് എൻ്റെ ആളല്ല, അദ്ദേഹത്തിൻ്റെ ഡോക്ടറിൻ നമ്മുടെ പോലല്ല, അദ്ദേഹം ആക്രമിക്കപ്പെടട്ടെ എന്ന് പറയുന്നതല്ല. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, ഒരുപക്ഷെ നമ്മൾ കൾട്ടുകൾ എന്ന് വിളിക്കുന്ന ഗ്രൂപ്പുകൾ പോലും, ഇപ്പോൾ എനിക്കൊട്ടും പിടിക്കാത്ത ഡോക്ടറിനാണ് യഹോവ വിറ്റ്നസിൻ്റെ ഡോക്ടർ. പക്ഷേ യഹോവ വിറ്റ്നസ് ഒരു സ്ഥലത്ത് അവർ
ക്രിസ്ത്യാനികൾ എന്ന പേരിൽ ആക്രമിക്കപ്പെടുമ്പോൾ അത് യഹോവ വിറ്റ്നസ് ആണ് എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കുവാൻ കഴിയില്ല. കാരണം യേശുവിൻ്റെ നാമനിമിത്തമാണ്, ആ തെറ്റിദ്ധാരണ നിമിത്തമാണ് അവർ ആക്രമിക്കപ്പെടുന്നത്. യേശുവിൻ്റെ നാമനിമിത്തം എന്ന് പറയുമ്പോൾ ആക്രമിക്കാൻ വരുന്നവർക്കറിയില്ല യഹോവ വിറ്റ്നസും അവർ യേശുവിനെ എപ്രകാരമാണ് കാണുന്നതെന്നൊന്നും ആക്രമിക്കാൻ വരുന്നവർക്കറിയില്ല. അവർ ചിന്തിക്കുന്നത് ഇവരും ഈ യേശുവിൻ്റെ ഫോളോവേഴ്സാണ്, അതുകൊണ്ട് ആക്രമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് കണ്ടിട്ട് അവർക്ക് രണ്ട് കിട്ടിട്ട് നമ്മുടെ ആളുകളല്ലല്ലോ എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പറയുന്നത് വലിയ തെറ്റാണ്. ഒരുപക്ഷെ അത് ദൈവസന്നിധിയിൽ വലിയ തിന്മയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കറിയില്ല എൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്. അതിനോടൊപ്പമാണ് ഈ മൂന്നാമത്തെ വാർത്തയായ ബിനു വാഴമുട്ടം പാസ്റ്റർ ചർച്ചിൽ നടന്ന സംഭവങ്ങൾ ഞാൻ കണ്ടത്. അവിടെ ഒരു പോലീസ് കേസൊക്കെ ഉണ്ട്. അവർ നടത്തിയ വൃദ്ധസദനുമായുള്ള ബന്ധത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുള്ളവരെ അറസ്റ്റൊക്കെ ചെയ്തു. അത് കോടതിയിൽ ഇനി കേസൊക്കെ നടക്കട്ടെ. അതുകൊണ്ട് പ്രശ്നം തീരേണ്ടതാണ്. പക്ഷേ അങ്ങനെ തീരുകയല്ല ചെയ്തത്. മറിച്ച് ഈ പ്രാർത്ഥനാ കേന്ദ്രത്തെ നിർത്തലാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പിന്നീട് നടക്കുന്നത്. ഇത് വലിയ തെറ്റാണ്. കാരണം ഒരു കേസുണ്ടാകുന്നു, ആ കേസിലെ സംഭവങ്ങൾക്ക് വേണ്ടി കോടതിയും പോലീസും ഒക്കെ നടപടികൾ എടുക്കുന്നു. വിവിധ തരത്തിലുള്ള കമ്മീഷൻസ് അതിൽ ഇടപെടുന്നു. ചൈൽഡ് വെൽഫെയർ ഒക്കെ ഫോറമൊക്കെ കമ്മീഷനൊക്കെ അതിനകത്ത് ഇടപെടുന്നു. അതങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പ്രാർത്ഥനാ കേന്ദ്രം അതിനെ നിർത്താനുള്ള ഒരു ശ്രമമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അടുത്ത ദിവസം ഈ ആരാധന ഇവിടെ നടത്തുകയില്ല എന്ന വാശിയോടുകൂടി അവിടെയാണ് ഒരു വലിയ പ്രശ്നം. അവിടെയാണ് ഫിന്നി പാസ്റ്ററെ പോലെയുള്ളവർ കഴിഞ്ഞ ദിവസം ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ മൈൽഡായിട്ട് പേരൊന്നും പറയാതെ ഒരു അഭിപ്രായം പറഞ്ഞു വിട്ടവർ പരസ്യമായിട്ട് വന്നിട്ട് അത് തെറ്റായിപ്പോയി എന്ന് പറയത്തക്കവണ്ണം പുറത്തു വരുവാൻ കാരണമായി തീർന്നിരിക്കുന്നത്. ഇത് ശരിക്കും ഈ പ്രതിഷേധം കൊണ്ട് വന്ന ആളുകൾ കാണിച്ച ഒരു വലിയ മണ്ടത്തരമാണ്. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പുണ്ടായ ആ ഒരു വൃദ്ധസദന പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോയി അവരങ്ങ് അടങ്ങിയിരുന്നായിരുന്നെങ്കിൽ ഇത്രയധികം സപ്പോർട്ട് ഒരു കാരണവശാലും ഈ പറഞ്ഞ ബിനു പാസ്റ്റർക്കോ എലോഹിമിനോ കിട്ടുകയില്ലായിരുന്നു. ആളുകൾ പറയുമായിരുന്നു തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആളുകൾ മാറി നിൽക്കുകയുള്ളായിരുന്നു. എന്നാൽ അങ്ങനെയല്ല ഇപ്പോൾ സംഭവിച്ചത്. ഈ പറഞ്ഞ പ്രതിഷേധക്കാരുടെ ഉള്ളിലുള്ള ഇൻറ്റൻഷൻ എന്താണെന്ന് ലോകത്തിന് മുഴുവൻ മനസ്സിലായി. അവരുടെ ഇൻറ്റൻഷൻ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തെ നിർത്തൽ ചെയ്യുക. ചെറിയ പ്രാർത്ഥനാ കേന്ദ്രമൊന്നുമല്ല, 32,000 പേര് വരുന്ന ഒരു പ്രാർത്ഥനാ കേന്ദ്രം. അപ്പോൾ ഒരു ആരാധന മുടക്കുക അത് വലിയ തെറ്റാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന ഒരു വലിയ അവകാശത്തിൻ്റെ ലംഘനമാണ് അവിടെ സംഭവിക്കുന്നത്. അതിന് ഈ പറഞ്ഞതുപോലെ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകളും ഒക്കെ മുൻപിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അവിടെ അവർക്ക് പറ്റിയ വലിയ അബദ്ധം. അബദ്ധം പടഞ്ഞെന്ന് മനസ്സിലായപ്പോൾ അവർ പിന്നെ പറഞ്ഞു ഞങ്ങൾ ആരാധന മുടക്കാനൊന്നുമല്ല വന്നത്, ഞങ്ങൾ പ്രതിഷേധിക്കാനാണ് വന്നത്. എന്തിനു പ്രതിഷേധിക്കാനാണ് വന്നത്? ഞങ്ങളെ കാർ ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വഴിയെ പോയപ്പോൾ ഏതെങ്കിലും ഒരു കാർ കൊണ്ട് പിന്നാലെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചെന്നൊന്നും അല്ല കേട്ടോ. ആരാധന മുടക്കാൻ വന്നപ്പോൾ അകത്ത് വന്ന കാറിൻ്റെ മുമ്പിൽ തടയാൻ ചാടി എന്നിട്ട് പറഞ്ഞ് ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചത്. ഈ ബോംബെയിലൊക്കെ പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്കങ്ങനെ പറ്റി കേട്ടോ. അതായത് ഞാൻ ഹൈവേ കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ട്രാഫിക് ഉണ്ടായ സമയത്ത് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ പുറകിൽ വലിയ തട്ടുമുട്ടും കേൾക്കുന്നു. ഞാൻ ഓർത്ത് എന്തോ ആക്സിഡൻറ്റ് പറ്റിയതാണല്ലോ, ഞെട്ടിപ്പോയി കേട്ടോ. തിരിഞ്ഞു നോക്കിയപ്പോൾ പെട്ടെന്ന് എൻ്റെ ഇടത് സൈഡിൽ റോഡിൻ്റെ അടുക്കൽ ഒരുത്തം വന്നിട്ട് കണ്ണാടി ഇതാക്കാൻ പറയുന്നു. ഞാൻ കണ്ണാടി താത്തപ്പോൾ എന്നോട് ചോദിക്കുന്നു കണ്ണില്ലേടാ നിനക്ക്? അപ്പം ഞാൻ എൻ്റെ വണ്ടി ഓടിക്കില്ല, ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്ത് സംഭവിച്ചു? മൂവ് ചെയ്യാത്ത വണ്ടി എങ്ങനെയാണ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്? പെട്ടെന്ന് എൻ്റെ റൈറ്റ് സൈഡിൽ വേറൊരാൾ തട്ടുന്നു, എന്നോട് പറയുന്നു കണ്ണാടി താക്കാൻ. ഞാൻ ആ പാനിക്കായിട്ട് പെട്ടെന്ന് റൈറ്റ് സൈഡിൽ കണ്ണാടി താത്തപ്പോൾ അയാളും എന്നെ ചീത്ത വിളിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊരു ഒരു ഒരു ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ണാടി താത്തിരിക്കുകയാണ്, ഒരാളോട് നിൽപ്പുണ്ട്. റൈറ്റ് സൈഡിൽ കണ്ണാടി താക്കുമ്പോൾ അയാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാറിൻ്റെ അകത്ത് മിക്കവാറും ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടുത്തുള്ള ലെഫ്റ്റ് സൈഡിലെ സീറ്റിൽ നമ്മൾ ഈ മൊബൈലൊക്കെ വെക്കും, അല്ലെങ്കിൽ വാല്യുബിൾസ് വെക്കും. പെട്ടെന്ന് ഈ അടുത്ത് നിൽക്കുന്ന ആൾ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ ശ്രദ്ധയില്ലാത്തതുകൊണ്ട് ആ മൊബൈൽ എടുത്തുകൊണ്ട് ഓടും. ഞങ്ങളുടെ ചർച്ചിലെ ചിലർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇതായിരുന്നു ട്രാപ്പ്. എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ദൈവാധീനത്തിന് എൻ്റെ മൊബൈൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് അവർക്ക് മനസ്സിലായി സാധനം ഒന്നും കൈയിട്ടെടുക്കാൻ പറ്റുകയില്ല.
പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ ആ സമയമായപ്പോഴേക്കും ഈ ട്രാഫിക്കിൽ കുറെ ബൈക്കുകാർ വന്നിട്ട് ഇവരെ അങ്ങ് കവർ ചെയ്തിട്ട് ഈ സംഭവം എല്ലാം കണ്ടിട്ട് ഇവന്മാരെ ചീത്ത വിളിച്ചു. അതായത് എൻ്റെ വണ്ടിയെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നവരെ ഈ ബൈക്കുകാർ ചീത്ത വിളിച്ചത് കൊണ്ട് ഇവന്മാർ പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു. ബോംബെയിലൊക്കെ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. നമ്മുടെ വണ്ടിയിലോട്ട് വന്ന് വീണിട്ട് പറയും എന്നെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി കാശ് മേടിക്കാനൊക്കെ ശ്രമിക്കും, അല്ലെങ്കിൽ ഇതുപോലെ മോഷണ ശ്രമം നടത്തും. അപ്പോൾ ഇവിടെ ഈ ഒമലൂരിൽ സംഭവിച്ച ഇതൊക്കെ തന്നെയാണ്. ആരാധന മുടക്കാൻ വന്നവർ, പ്രതിഷേധക്കാർ വന്നിട്ട് വണ്ടിയുടെ മുമ്പിൽ ചാടിയിട്ട് അവർ പറയുകയാണ് ഞങ്ങളെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. അപ്പോൾ ഇപ്പോൾ ആരാധന തടയാനല്ല വന്നത്, ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു, അതുകൊണ്ട് പ്രതിഷേധം, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യണം, പ്ലേറ്റ് അങ്ങ് മാറ്റിവെക്കുകയാണ്. സത്യത്തിൽ അവിടെ സംഭവിച്ചത് ആരാധന തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ വന്ന ആളുകൾ. ഇവിടെയാണ് എനിക്ക് വിഷമമുണ്ടായത്. കേരളത്തിൽ ഞാൻ സ്വസ്ഥമായി കഴിയുന്നുവെന്ന് ചിന്തിക്കുന്ന ഒരു നാട്ടിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത അനുഭവം. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വനിതയാണ്. വലിയ പ്രായമില്ലാത്ത ഈ നമ്മുടെ ട്രിവാൻഡ്രത്ത് പണ്ടിരുന്ന ആ ഒരു മേയറുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഒരു കുട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യങ്ങൾ ശരിയായിട്ട് വിശദമായിട്ട് പറയാൻ പോലും ആ പെൺകുട്ടിക്ക് കഴിയുന്നില്ല. പക്ഷേ ആരൊക്കെയോ അവരെയൊക്കെ ഉപയോഗിക്കുകയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്തിനു വേണ്ടി? ഈ ആരാധന ഇല്ലാതാക്കണം. ഇവിടെ രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ ഈ പാഠഭേദത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചർച്ച് ഇവിടെ 2-2.5 ഏക്കർ വസ്തുവൊക്കെ വാങ്ങിച്ച് ഒരു ആരാധനാലയം പണിയാനുള്ള പെർമിഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് ലോക്കൽ പഞ്ചായത്ത് ബോർഡിൽ നിന്നൊക്കെയുള്ള അനുവാദം വേണം. അങ്ങനെയുള്ള അനുവാദം കിട്ടിയെങ്കിൽ മാത്രമേ ആരാധനാലയം പണിയാനൊക്കത്തുള്ളൂ. അതൊക്കെ ന്യായമാണ്. അനുവാദത്തോടു കൂടെ മാത്രം ആരാധനാലയം പണിതാൽ മതി. പക്ഷെ പ്രശ്നം എന്താ? പ്രശ്നം ആ ലോക്കൽ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും ഈ ആരാധനാലയം അവിടെ പണിയാൻ സമ്മതിക്കില്ല എന്ന വാശിയിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് മാസങ്ങളായിട്ട് ഈ ആരാധനാലയവും ലോക്കൽ പഞ്ചായത്തും ഒക്കെ തമ്മിൽ ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് നമുക്കറിയില്ല. എന്താണെങ്കിലും എല്ലാ ഈ പറഞ്ഞ ഈ നോംസ് പാലിച്ചുകൊണ്ട് അവിടെ ഒരു ആരാധനാലയം പണിയാൻ ശ്രമിച്ചിട്ടും പണിയാൻ സമ്മതിക്കത്തില്ല എന്ന വാശിയോടുകൂടി നിൽക്കുന്ന ഒരു ലോക്കൽ ബോഡി, അതിൻ്റെ മറുഭാഗത്ത് ആ ആലയം അവിടെ ഇനി ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് ആരാധന തടവാൻ വരുന്ന പ്രതിഷേധക്കാർ. ഇത് രണ്ടും ഒരു കൂട്ടരാണ്. ഏത് ലോക്കൽ ബോഡിയാണ്? പഞ്ചായത്താണ് ഭരിക്കുന്നത്. ഈ ആരാധനാലയത്തിന് പെർമിഷൻ കൊടുക്കാത്ത ആളുകൾ അവർ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ആരാധന തടസ്സപ്പെടുത്തുവാൻ പ്രതിഷേധവുമായിട്ട് എത്തുന്നത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ ഈ പറഞ്ഞ വർഷിപ്പ് സെൻറ്റർ നടക്കരുത് എന്നുള്ള ഒറ്റൊരു ആഗ്രഹം, ഉദ്ദേശം മാത്രമാണുള്ളത്. ശരിക്കും ഒരു പഞ്ചായത്ത് സമിതിയിലേക്ക് ഒരു ആരാധനാലയം പണിയാനുള്ള അപേക്ഷ വന്നാൽ ഉപാധികൾ ഒക്കെ വെച്ചുകൊണ്ട്, അതായത് എന്തൊക്കെയാണ് ഗവൺമെൻറ് നോംസ് ഉള്ളത് അതൊക്കെ പാലിച്ചുകൊണ്ട് പണിയാനുള്ള പെർമിഷനാണ് കൊടുക്കേണ്ടത്. പണിയൊക്കെ കഴിയുമ്പോൾ ഇനിയും ആ ഉപാധികൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലൈസൻസ് ഒക്കെ കിട്ടുന്ന സമയമാകുമ്പോഴത്തേക്കും നടപടികൾ എടുക്കാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കുറവാണെന്ന് പറയാം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഒരു ദേശത്ത് 10,000-2,000 പേര് ആരാധിക്കുന്ന ഒരു ആരാധനയുടെ റിക്വയർമെന്റ്, ഒരു ആരാധന സ്ഥലം ആവശ്യമാണ്. അത് പണിയാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയി വഷളാക്കി എങ്ങനെങ്കിലും അതിനെ പൂട്ടിക്കുക എന്ന ആഗ്രഹത്തോടു കൂടി പോകുന്ന കാഴ്ചയാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്നത്. ഇവിടെ ഒരു നിയമവാഴ്ചയുള്ള രാജ്യമില്ലേ, ഭരണഘടനയുള്ള രാജ്യമില്ലേ? ഭരണഘടനയ്ക്ക് മുമ്പിൽ എല്ലാ പൗരന്മാർക്കും അവരുടേതാകുന്ന അവകാശങ്ങളില്ലേ? നമുക്കിഷ്ടമില്ലാത്ത ഒരു ആരാധനയാണ് അവിടെ നടക്കുന്നത് എന്നതുകൊണ്ട് ഭരണത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുവാൻ യാതൊരു അധികാരവുമില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ മുംബൈയിൽ ഹോളി സ്പിരിറ്റ് ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിൽ നടന്ന ആ ഒരു ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രാർത്ഥന തടഞ്ഞവരും പറഞ്ഞത് ഇത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ചർച്ച്. ഇവിടെയാ പ്രശ്നം. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ലൈസൻസ് കൊടുക്കേണ്ട അതോറിറ്റീസ് ലൈസൻസ് കൊടുക്കുകയില്ല. പിന്നെ ഇവിടുന്ന് ലൈസൻസ് കിട്ടുന്നത്? അങ്ങനെ വരുമ്പോൾ ആരാധിക്കുക എന്നുള്ളത് ഒരു പൗരന്റെ അവകാശമായതുകൊണ്ട്, ഭരണഘടന നൽകുന്ന അവകാശമായതുകൊണ്ട് അവൻ ആരാധിക്കേണ്ടി വരുന്നു. അവൻ ആരാധിക്കുമ്പോൾ അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു. അതെങ്ങനെയാണ് ഇല്ലീഗൽ ആക്ടിവിറ്റി ആകുന്നത്? കാരണം ഒരു ആരാധന സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടത് ഏത് മതക്കാരനുമാകട്ടെ,
അവൻ്റെ അവകാശമാണ്, ഭരണഘടന കൊടുക്കുന്ന അവകാശമാണ്. അത് ഇല്ലീഗൽ ആക്ടിവിറ്റി അല്ല. പക്ഷെ ലൈസൻസ് കിട്ടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലീഗൽ ആക്ടിവിറ്റിയായിട്ട് അതിനെ ലേബൽ ചെയ്ത് തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത് എനിക്ക് അത്യാവശ്യം പറയേണ്ട ഒരു കാര്യം, ഈ ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ, എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൻ്റെ ചില വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പല സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. എതിർത്തും അനുകൂലിച്ചും ഒക്കെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ കമൻറ്റ് പറയുന്നില്ല. കാരണം ഓരോ ചർച്ചിനും അതിൻ്റേതാകുന്ന തനതാകുന്ന സ്വഭാവങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്, അവർ പഠിപ്പിക്കുന്ന പഠിപ്പീരുകളുണ്ട്. ഞാൻ പഠിപ്പിക്കുന്നത് പോലെയല്ല അദ്ദേഹം പഠിപ്പിക്കുന്നത്, എൻ്റെ ശുശ്രൂഷ പോലെയല്ല അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ എന്ന ഒറ്റ കാരണത്താൽ എനിക്ക് കണ്ണടച്ച് എല്ലാത്തെയും എതിർക്കുവാൻ കഴിയുകയില്ല. തീവ്രമായ ഉപദേശ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മറ്റൊരു കാര്യം. ഒരാളുടെ മാനുറിസമോ ഒരാളുടെ ശുശ്രൂഷ ശൈലിയോ എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന കാരണത്താൽ അതിനെ എതിർക്കുന്നത് അനീതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ക്രൈസ്തവമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അത്തരം ആരോപണങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധ കൊടുക്കുന്നില്ല, ഇപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം ഭൂതങ്ങളെ പുറത്താക്കുന്ന, പൈശാചിക ശക്തികളെ പുറത്താക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ടത്തെ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഇത്തരം ശുശ്രൂഷകൾ ധാരാളം നടക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ അത്തരം ശുശ്രൂഷകൾ കുറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ എലോഹിം വർഷിപ്പ് സെൻറ്ററിൽ പല വീഡിയോകളിൽ ഞാൻ കണ്ടു, പൈശാചിക ശക്തിയുള്ളവർ, അവരിൽ നിന്ന് അന്ധകാരങ്ങൾ പുറത്തു വന്ന് അവർ വിടുവിക്കപ്പെടുന്ന കാഴ്ചകൾ കണ്ടു. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഇത്തരം ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ സെക്കുലർ ബുദ്ധി തലയിൽ പിടിച്ചവർ അതിനെ അന്ധവിശ്വാസമായിട്ടും തെറ്റായ പ്രവണതയായിട്ടും ഒക്കെ വ്യാഖ്യാനിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊന്നാമത്തെ ഒരു വിഷയം. പക്ഷേ ഒരു പഴയ പെന്തക്കോസ്തുകാരൻ എന്ന നിലയിൽ ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷ ദൈവവചനപ്രകാരം ഉള്ളതായതുകൊണ്ട്, സെക്കുലറിസം തലയ്ക്ക് പിടിക്കാത്തത് കൊണ്ട് അത്തരം ശുശ്രൂഷകളെ എതിർക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് മാത്രമല്ല, അത് എല്ലാ ചർച്ചും ചെയ്യേണ്ട ശുശ്രൂഷയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ഈ പൈശാചിക ശക്തികളോട് പോരാടുന്ന ശുശ്രൂഷ ചെയ്യുന്ന സഭകളും ദൈവദാസന്മാരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ ഈ പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്ങ് പറയുകയാണ്. ഏതൊക്കെ ദൈവദാസൻ, ദൈവസഭകൾ പൈശാചിക ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ടോ, അവരുടെ വ്യക്തിപരമായ ജീവിതം, അവരുടെ കുടുംബം, അവരുടെ സഭ, ഇതിനെയൊക്കെ തകർക്കാൻ പിശാച് എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ തകർക്കാൻ ശ്രമിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ കൊണ്ടുവരത്തക്കണമുള്ള സംഭവങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ കുടുംബത്തെ ആക്രമിക്കും, ആരോഗ്യത്തെ ആക്രമിക്കും, സഭയെ ആക്രമിക്കും. കാരണം പിശാചിന് ഒട്ടും ഇഷ്ടമല്ല അവൻ്റെ സാമ്രാജ്യത്തെ തകർക്കുന്ന പൈശാചിക ശക്തികളെ പുറത്താക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. വേദപുസ്തകത്തിൽ അതിന് വ്യക്തമായൊരു ഉദാഹരണമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിൽ ശുശ്രൂഷിക്കുമ്പോൾ വെളിച്ചപ്പാടത്തിയായ ഒരു സ്ത്രീയിൽ നിന്ന് അന്ധകാര ശക്തിയെ പുറത്തു കൊണ്ടുവന്നു. ആ അന്ധകാര ശക്തി അവളിൽ നിന്ന് വിട്ടുപോയി. അവൾക്ക് സുബോധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഫിലിപ്പിയ പട്ടണം മുഴുവൻ ഇളകി ആ ശുശ്രൂഷ ചെയ്ത പൗലോസിനെയും തന്നോടൊപ്പം ഉണ്ടായിരുന്ന സഹശുശ്രൂഷകൻ ഷീലാസിനെയും കാരാഗ്രഹത്തിൽ അടച്ചെന്നാണ് പറയുന്നത്. ഇഷ്ടംപോലെ അടിച്ചു, അടി കൊണ്ട് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. എന്താണ് പൗലോസ് എന്ന് പറയുന്ന ആ വലിയ അപ്പോസ്തലന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്? ദേശത്ത് വ്യാപരിക്കുന്ന ഒരു പൈശാചിക ശക്തി കുടിയിരിക്കുന്ന ആ പെൺകുട്ടിക്കുണ്ടായ ഡെലിവറൻസ്, അത് പൈശാചിക അന്ധകാര സാമ്രാജ്യത്തിനൊട്ടും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ആ ശുശ്രൂഷ ചെയ്ത അപ്പോസ്തലനെ തകർക്കാൻ പിശാച് ശ്രമിക്കുന്നത് സ്വാഭാവികം. ഞാൻ ചിന്തിക്കുന്നു, ഈ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൻ്റെ ശുശ്രൂഷയിൽ അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ രീതി ഉള്ളത് കൊണ്ട്, ഭൂതബാധ, പൈശാചിക ബാധയുള്ളവരെ സൗഖ്യമാക്കുന്ന ഒരു ശുശ്രൂഷ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിനെതിരെ സ്വാഭാവികമായിട്ടും, അദ്ദേഹത്തിൻ്റെ സഭയ്ക്കും ശുശ്രൂഷയ്ക്കുമെതിരെ സ്വാഭാവികമായിട്ടും ഇത്തരം ശക്തികൾ നിൽക്കും. ഇത് ബിബ്ലിക്കലാണ്. വേദപുസ്തകം അതിന് പിൻബലം തരും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഏതെങ്കിലും ഒരു സംഘടനയോ വ്യക്തികളോ ഒക്കെ ഈ പറഞ്ഞ സഭയ്ക്കെതിരെ ആരാധന മുടക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അവരല്ല കുറ്റക്കാർ. അവർ നിഷ്കളങ്കരായ മനുഷ്യരാണ്. അവർ അറിയാതെയാണ്
ഈ പറഞ്ഞ ശുശ്രൂഷകളെ എതിർക്കുന്നത്? സത്യത്തിൽ ഈ പറഞ്ഞ പൈശാചിക ശക്തികൾ ആണ് ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. അങ്ങനെ തിരിച്ചറിവുണ്ടെങ്കിൽ നാം ഈ പൈശാചിക മണ്ഡലത്തെ നേരിടേണ്ടത് കായികമായിട്ടല്ല, ശാരീരികമായിട്ടല്ല. അങ്ങനെ നേരിട്ടാൽ നമ്മൾ പരാജയപ്പെടും. നാം നേരിടേണ്ടത് പ്രാർത്ഥനയിലൂടെയാണ്, ശക്തമായ പ്രാർത്ഥനയിലൂടെയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ, അങ്ങനെ ദൈവത്തെ സ്തുതിച്ചാൽ ഫിലിപ്പിയിൽ സംഭവിച്ചത് കേരളത്തിലോ നോർത്ത് ഇന്ത്യയിലോ എവിടെയും സംഭവിക്കും. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്ന സൂപ്പർ നാച്ചുറൽ ഇടപെടലുകൾ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ എതിർക്കുന്നവരൊക്കെ, അല്ലെങ്കിൽ പ്രതിഷേധവുമായി വരുന്നവർ, ആരാധന മുടക്കുവാൻ ശ്രമിക്കുന്നവരൊക്കെ പഞ്ചഭാവങ്ങളാണ്. അവർക്കറിയില്ല അവരെന്താണ് ചെയ്യുന്നത്. ഈ സ്തെഫാനോസൊക്കെ എങ്ങനെയല്ലേ പ്രാർത്ഥിച്ചത്? അവർക്ക് നേരെ കല്ലെറിയപ്പെടുമ്പോൾ പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ സ്തെഫാനോസ് പ്രാർത്ഥിച്ചതുകൊണ്ട് ആ കല്ലെറിഞ്ഞതിൻ്റെ നേതൃത്വത്തിൽ നിന്ന ശൗൽ പിന്നത്തേതിൽ ദമസ്കായുടെ പടിവാതിക്കൽ വെച്ച് യേശുവിനാൽ സ്പർശിക്കപ്പെട്ട് ഒരു വലിയ അപ്പോസ്തോലനായി മാറി. പിന്നീട് ഒത്തിരി അടിയും തല്ലും ഈ ശൗൽ അല്ലെങ്കിൽ പൗലോസ് തൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇടയായി തീർന്നു. വിരോധികൾ, എതിർക്കുന്നവർ, അവർ നിഷ്കളങ്കരായി നമ്മളെപ്പോലുള്ള മനുഷ്യരാണ്. പക്ഷെ അവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് വിടുന്നത്, അവരെ ഉണർത്തി വിടുന്നത് ഈ അന്ധകാര ശക്തികളാണ്. അതുകൊണ്ട് നമ്മുടെ പോരാട്ടം മനുഷ്യരോടല്ല, ഈ അന്ധകാര വ്യാപാരങ്ങളോടാണ്. പ്രാർത്ഥനയാലും ഉപവാസത്താലും ഒക്കെയാണ് ഇത്തരം ശക്തികൾക്കെതിരെ നാം പോരാടേണ്ടത്. അങ്ങനെ പോരാടുന്നുവെങ്കിൽ വിരോധികൾക്ക് ശൗലിന് മാനസാന്തരം കൊടുത്തതുപോലെ ദൈവം ഒരു മാനസാന്തരം കൊടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതാകട്ടെ നമ്മുടെ പ്രാർത്ഥന. എന്തായാലും ഒരു വാൽകഷ്ണം പോലെ പറയാം, ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ആദ്യം ഈ ഓൾഡ് ഏജ് ഹോം പ്രശ്നമുണ്ടായപ്പോൾ ഇടപെടാതിരുന്നവർ പോലും അടുത്ത ദിവസം ആരാധന നിഷേധിക്കപ്പെട്ടപ്പോൾ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുവാൻ വന്നു. ഉദാഹരണം പറഞ്ഞാൽ പെന്റിക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ PCI അതിൻ്റെ പ്രതിനിധികളും കെ തോമസ് പാസ്റ്ററും ജെയ്സ് പാണ്ടനാടുമൊക്കെ അദ്ദേഹത്തോടുള്ള ഒരു ഐക്യദാർഢ്യം പ്രകടമാക്കുവാൻ ആ ആരാധനയിൽ ചെന്ന് പങ്കെടുത്തു. അതൊരു വലിയ കാര്യമാണ്. പാസ്റ്റർ ബിനു വാഴമുട്ടത്തെ ഈ വിഷയത്തിൽ അവർ ഒറ്റപ്പെടുത്തിയില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളോ ഉപദേശങ്ങളോ പറഞ്ഞ് മാറ്റി നിർത്തിയില്ല. ശരിക്കും അതിന് പ്രതിഷേധം കൊണ്ടുവന്ന ആരാധന മുടക്കാനും ശ്രമിച്ചവരോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ആരാധന മുടക്കൽ സമരം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഫിന്നി പാസ്റ്റർ പോലും ഇന്ന് ഈ വീഡിയോ ചെയ്യുകയില്ലായിരുന്നു. അതുകൊണ്ട് ശരിക്കും നന്ദി പറയേണ്ടത് പ്രതിഷേധക്കാരോടാണ്. കാരണം സംഭവങ്ങളുടെ ഒരു ശരിയായ ചിത്രം നമുക്കൊക്കെ ബോധ്യമാക്കി തന്നത് ആ ഞായറാഴ്ച രാവിലത്തെ ആരാധനാ തടയൽ പ്രഹസനമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ള ഏറ്റവും വലിയ ഒരു റിസോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം അവസാനിപ്പിക്കുന്നു. God bless you all. Have a wonderful day.